ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മളിവിടെ വന്ന് പനിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി ഉഷാറായി കഴിഞ്ഞപ്പോൾ നമുക്ക് ആറ്റുനോറ്റൊരു വീക്കെൻഡ് അങ്ങ് കിട്ടി. നേരെ ഞാനും ബേബിച്ചങ്ങ് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ആദ്യം ഞങ്ങൾ പോയത് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു പാർക്ക് പോലത്തെ ഒരു സ്ഥലത്തേക്കാണ്. അപ്പോഴത്തേക്ക് മിന്നൂട്ടി വിളിച്ചായിരുന്നു. അങ്ങനെ മിന്നൂട്ടിക്ക് വീഡിയോ കോളിൽ നമ്മളിതൊക്കെ കാണിച്ചു കൊടുത്തു. മിന്നൂട്ടി വെക്കേഷൻ ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. ദൈവസഹായത്തിൽ നമുക്കതങ്ങനെ വരാനൊക്കെ പറ്റട്ടെ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം എഴുന്നു. പിന്നെ പുറത്തേക്ക് അധികം ഇറങ്ങാൻ എനിക്ക് തോന്നുന്നില്ല, കാരണം നല്ല തണുപ്പായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയതൊരു മാളിലേക്കാണ്. ഈ മാൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം നമുക്ക് ഇവിടെ ചെന്ന് ഇരിക്കാനൊക്കെ നല്ല രസമാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മാളിനുള്ളിൽ കയറിയപ്പോൾ തന്നെ ബേബിച്ച് ജാക്കറ്റ് ഊരാൻ വേണ്ടിയിട്ട് ചെറിയൊരു ശ്രമമൊക്കെ നടത്തി. ഞാനത് ഊരി കൊടുത്തിട്ടോ. അത് നല്ല ഡിസ്റ്റർബാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി. ഞങ്ങൾ ലിഫ്റ്റിലാണ് കേട്ടോ പോയത്, കാരണം എസ്കലേറ്ററിൽ ഇത്തിരി ബുദ്ധിമുട്ടായത് കാരണം കൊണ്ട് ഞങ്ങൾ നേരെ തന്നെ ലിഫ്റ്റിലാണ് പോയത്. ഞങ്ങളൊന്ന് മദർ കയറിയായിരുന്നു. കുറച്ച് വിൻ്റർ ഡ്രസ്സുകളൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ദോഷം പറയരുതല്ലോ, വിൻ്റർ ഐറ്റംസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ മദർ കെയർ. കാരണം നല്ല ക്വാളിറ്റിയാണ് അവിടുത്തെ ക്ലോത്തും കാര്യങ്ങളൊക്കെ. ലഭിച്ച് കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് ക്ലോത്തുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് കിഡ്സിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ. അവിടെ ഗെയിമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കുട്ടികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചല്ല, നല്ല രീതിയിൽ തന്നെ കുട്ടികളുണ്ടായിരുന്നു. ഡേ കെയറിൽ ആകെപ്പാടി 2, 3, 4 കുട്ടികളെ ബേബിച്ച് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കുട്ടികളെ കണ്ടപ്പോൾ ബേബിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. ബേബിച്ച് കളേഴ്സൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടത്തെ പോലെയല്ല, ആളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കണമെന്ന് ആൾക്ക് ഇഷ്ടമൊന്നുമില്ല. ഇങ്ങനെ നടക്കാൻ തുടങ്ങിയായിരുന്നു എപ്പോഴും ഇങ്ങനെ നടക്കണം. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഇപ്പം ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ചൊരു ടെക്നാണ് കേട്ടോ. ബേബിച്ചിൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് വിട്ടേക്കും. അതാകുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ. മടുത്ത് കഴിയുമ്പോൾ ഓടി എൻ്റെ അടുത്തേക്ക് വരും. അതാണ് കേട്ടോ പതിവ്. ഗെയിമുകളിലൊക്കെ കയറ്റണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ബേബിച്ച് കുഞ്ഞായത് കാരണമാണ് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് കുറച്ച് ഗെയിമുകളിലൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് പറ്റുന്ന പോലത്തുള്ള ഗെയിമുകളിലൊക്കെ ഞാൻ ബേബിച്ചിന് കയറ്റിട്ടോ. പിന്നെ ബേബിച്ചങ്ങ് നടക്കാൻ തുടങ്ങി. അതിനുമുമ്പ് മൊത്തം ആളൊന്ന് നോക്കിയിട്ടോ, എന്നിട്ടാണ് നടക്കാൻ വേണ്ടിയിട്ട് ആൾ തുടങ്ങിയത്. അങ്ങനെ കുറച്ച് നേരം ബേബിച്ച് നടന്ന് മടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ വേഗം തന്നെ ചാടി എൻ്റെ കയ്യിലേക്ക് വന്നു. കുട്ടികളൊക്കെ കണ്ട കാരണം കൊണ്ട് ആൾക്കും കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ. പിന്നെ നമ്മൾ ലൈറ്റുകളൊക്കെ കാണുമ്പോൾ ആളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് കണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നേരെ പോണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ പോലെ. കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് തിരിച്ചു പോകേണ്ട സമയമായി കഴിഞ്ഞിട്ടോ. തിരിച്ചു പോകേണ്ട ടൈമായി കഴിയുമ്പോഴത്തേക്ക് ബേബിച്ചിനെ ഞാൻ എടുത്തായിരുന്നു. എനിക്ക് ഫുഡ് കഴിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ബേബിച്ചിനെ കൊണ്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല കേട്ടോ. അങ്ങനെ നമ്മൾ താഴത്തേക്ക് പോരാൻ വേണ്ടിയിട്ട് ലെഫ്റ്റിൽ നോക്കി നിന്നപ്പോഴാട്ടോ ഞാൻ ഈ കാഴ്ച കണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഒരുപാട് ക്ലോസ് ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല, കാരണം അത് പണിയാവുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അങ്ങനെ ലിഫ്റ്റ് വരാൻ ലേറ്റ് ആയി കഴിഞ്ഞപ്പോൾ ബേബിച്ച് പിന്നെ നടക്കാൻ തുടങ്ങി കേട്ടോ. നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആൾ ചുറ്റുമൊന്നും നോക്കില്ല, അതുപോലെ നടന്നങ്ങോട്ട് കളയും. അങ്ങനെ ഇവിടുത്തെ വിധത്തിൽ നമ്മൾ താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കേക്ക് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ കേക്കിൻ്റെ ചെറിയൊരു സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകാമെന്ന് വിചാരിച്ച് കഴിയുമ്പോഴത്തേക്കും ബേബിച്ച് എല്ലാം സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആ ശ്രമം ഒന്ന് ഉപേക്ഷിച്ച് നേരെ ഞങ്ങൾ കുടുംബത്തേക്ക് എത്തിയിട്ടോ. ബേബിച്ചിനൊന്ന് ഫ്രഷപ്പ് ആക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഇന്നത്തെ കറക്കൊക്കെ തീർന്നു. അപ്പോൾ